നദികൾ പൊങ്ങി എൻ വീടിന്മേൽ കാറ്റടിച്ചു. വന്മഴ പെയ്തു നദികൾ പൊങ്ങി എൻ വീടിന്മേൽ കാറ്റടിച്ചു. നദികൾ പൊങ്ങട്ടെ എൻ വീടിന്മേൽ കാറ്റടിച്ചിടട്ടെ. തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. നീ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെ. യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെ. ചെങ്കടൽ മൂടട്ടെ, തീച്ചുളയേറട്ടെ, അടഞ്ഞവയെല്ലാം തുറന്നിടുമേ. ചെങ്കടൽ മൂടട്ടെ, തീച്ചുളയേറട്ടെ, അടഞ്ഞവയെല്ലാം തുറന്നിടുമേ. ക്ഷീണിതയാകുമ്പോൾ പ്രത്യാശഗാനങ്ങൾ എന്നാവിലെന്നും ഉയർന്നിടുമേ. ക്ഷീണിതയാകുമ്പോൾ പ്രത്യാശഗാനങ്ങൾ എന്നാവിലെന്നും ഉയർന്നിടുമേ. കുശവന്റെ കൈയാൽ പണിതിടും നേരം മറ്റാരും അറിഞ്ഞില്ലെന്നേ. കുശവന്റെ കൈയാൽ പണിതിടും നേരം മറ്റാരും അറിഞ്ഞില്ലെന്നേ. വന്മഴ പെയ്തു നദികൾ പൊങ്ങി എൻ വീടിന്മേൽ കാറ്റടിച്ചു. വന്മഴ പെയ്തു നദികൾ പൊങ്ങി എൻ വീടിന്മേൽ കാറ്റടിച്ചു. തളർന്നു പോകാതെ കരുതലിൻ കരം നീട്ടി. തളർന്നു പോകാതെ കരുതലിൻ കരം നീട്ടി. നടത്തിയ
ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസിന് സുവിശേഷം 16-ാം അധ്യായം 31-ാം വാക്യം. അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. മാനസാന്തരം ഉളവാകണമെങ്കിൽ വിശ്വാസം ആവശ്യമാണ്. വിശ്വാസം കൂടാതെ മാനസാന്തരം ലഭിക്കുകയില്ല. കർത്താവ് പറഞ്ഞ ഈ സംഭവത്തിലെ ധനവാന് മാനസാന്തരം ഉണ്ടായിരുന്നില്ല. കാരണം അവന് വിശ്വാസമില്ലായിരുന്നു. ദൈവത്തിൽ വിശ്വാസമില്ല, ദൈവരാജ്യത്തിൽ വിശ്വാസമില്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ വിശ്വാസമില്ല. മനുഷ്യൻ്റെ ജീവിതത്തിൽ സാക്ഷാൽ ഒരു മാനസാന്തരം വേണമെന്നുള്ള വിശ്വാസമില്ല. ഒരു നിത്യയാതനയുണ്ട് എന്നുള്ള ബോധ്യമില്ല. യാതനാസ്ഥലത്തേക്ക് ഞാൻ പോകുമല്ലോ എന്നുള്ള ചിന്തയില്ല. പരിശുദ്ധന്മാരുടെ നിരയിലെത്തുവാൻ എനിക്കൊരു സാധ്യതയുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊരു ബോധ്യമില്ല. മരണശേഷം എന്ത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തയില്ല. അവൻ വിശ്വാസിയല്ലായിരുന്നു, അവൻ വിശ്വസിക്കുന്നവനല്ലായിരുന്നു. മാനസാന്തരപ്പെടണമെങ്കിൽ വിശ്വാസം വേണം. വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് പലരും ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിക്കുന്നത്. നിരാശ പറ്റിയ ജീവിതം, ദുരിതം നിറഞ്ഞ ജീവിതം, കഷ്ടതയും യാതനയും ദുഃഖവും ഏങ്ങലടിച്ച് നെടുവീർപ്പിട്ടുള്ള ജീവിതവും, ടെൻഷൻ, വറീസ് ആൻഡ് കെയേഴ്സ്, ഫ്രസ്ട്രേഷൻ, സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. ഈ സ്ട്രെയിൻ എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം എന്തുകൊണ്ടാണ് വരുന്നത്? എന്താണ് കയോസ് ആൻഡ് കൺഫ്യൂഷൻ? എന്തുകൊണ്ടാണിത്? മനുഷ്യ മനസ്സിങ്ങനെ ആകുലപ്പെടുന്നത് എന്തുകൊണ്ടാണ്? എല്ലാവർക്കും വലിയ ആകുലം ഉണ്ടല്ലോ, എല്ലാവർക്കും ആകുലങ്ങളുണ്ട്. ആകുലത ഇല്ലാത്തവരാരുണ്ട്? മെൻ്റൽ ടെൻഷൻ ഇല്ലാത്തവരാരാണുള്ളത്? ചിലത് ഏറിയിരിക്കും, ചിലത് കുറഞ്ഞിരിക്കും. ചിലർക്ക് ചില വശങ്ങളിൽ ഏറിയിരിക്കും, ചില വശങ്ങളിൽ കുറഞ്ഞിരിക്കും. ജീവിതത്തിൽ ദുരിതങ്ങളുണ്ട്. ജീവിതം തന്നെ വാസ്തവത്തിൽ ദുരിതപൂരിതമല്ലേ? പണ്ട് ഞാൻ പഠിച്ചു, സുഭദ്രകുമാരി ചൗഹാൻ എന്ന് പറയുന്ന ഹിന്ദി കവയിത്രി പാടിയ മനോഹരമായൊരു കവിത. ശിശുനെ ദുനിയാമേ ആക്കർ രോ രോക്കർ ഹസനാ സീഖ ഗിർ ഗിർ കർ ചലനാ സീഖ. ശിശു ഈ ഭൂമിയിൽ ജനിച്ചിട്ട് കരഞ്ഞു കരഞ്ഞു ചിരിക്കാൻ പഠിച്ചു. രോ രോക്കർ ഹസനാ സീഖ, കരഞ്ഞു കരഞ്ഞു ചിരിക്കാൻ പഠിച്ചു. ഗിർ ഗിർ കർ ചലനാ സീഖ, വീണ് വീണ് നടക്കാൻ പഠിച്ചു. കരഞ്ഞു കരഞ്ഞാണ് ചിരിക്കാൻ പഠിക്കുന്നത് പോലും. ശരിയല്ലേ? ജീവിതത്തിൽ കരച്ചിലുണ്ട്. ഒരു കൊച്ചുകുട്ടി ജനിച്ചു എന്നുള്ളതിന് തെളിവ് തന്നെ കരഞ്ഞോ എന്നാണ്. കരഞ്ഞോ? ജനിച്ചു, ജീവിക്കുന്നുണ്ട്, ആരോഗ്യമുണ്ടെന്നർത്ഥം. കരഞ്ഞ് കരഞ്ഞാണ് ചിരിക്കാൻ പഠിക്കുന്നത്. ആദ്യം കരച്ചിലാണ്. ജീവിതം മുഴുവനും കരച്ചിലല്ലേ? ജീവിതത്തിൽ കരച്ചിലിൽ കൂടിയല്ലേ നാം എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതീക്ഷകൾ നശിക്കുന്നു, ആശകൾ അസ്തമിക്കുന്നു, മുന്നോട്ടുള്ള ഗതി മുട്ടിപ്പോകുന്നു, താങ്ങാനാവാത്ത ആപത്തുകൾ നേരിടുന്നു, പ്രതിസന്ധികൾ രൂക്ഷമായി വരുന്നു, എല്ലാ വഴിയും അടഞ്ഞു കാണുന്നു, നിരാശ വരുന്നു. ഒരു ചെറുപ്പക്കാരൻ ഒരു ദിവസം അദ്ദേഹം വീട്ടിൽ നിന്നിറങ്ങി. രാത്രിയാണ്, ഒരു സമാധാനമില്ല. വീട്ടിൽ നിന്നിറങ്ങി അദ്ദേഹം റോഡിലേക്ക് ഇറങ്ങിയപ്പോഴാണ് കണ്ടത് ഭയങ്കര മൂടൽ മഞ്ഞ്. വീട്ടിലിൻ്റെ മുറ്റത്ത് അത്രയും മൂടൽ മഞ്ഞ് ഉണ്ടായിരുന്നില്ല. മഞ്ഞുണ്ട്, ഭയങ്കര മൂടൽ മഞ്ഞ്. അവിടെ നിന്നൊരു 15 മിനിറ്റ് പോയാൽ തേംസ് നദിയിലെത്താം. ലണ്ടനിലാണ്. തേംസ് നദിയിലെത്താം. മൂടൽമഞ്ഞ് ഭയങ്കരമായിട്ട്. അവിടെ ഒരു കുതിരവണ്ടി കിടപ്പുണ്ട്. കുതിരവണ്ടി ഇതിപ്പോഴൊന്നുമല്ല, 1772 1772 ഒരു കുതിരവണ്ടി കിടക്കുന്നു. വണ്ടിക്കാരനെ വിളിച്ചു, എന്നെ ഒന്ന് അത്രയുടെ വരെ കൊണ്ടുപോകാമോ? വരാമല്ലോ, മൂടൽമഞ്ഞുണ്ട്, സാരമില്ല, മാറിക്കോളും, പോകാം. ഈ കുതിരവണ്ടിയിൽ കയറി. നല്ല പരിചിതമായ വഴിയാണ് രണ്ടുപേർക്കും, വണ്ടിയിലിരിക്കുന്നയാൾക്കും വണ്ടി ഓടിക്കുന്നയാൾക്കും. പക്ഷേ ഈ മൂടൽമഞ്ഞ് കൊണ്ട് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല. വഴി തെറ്റിപ്പോയി. 1.5 മണിക്കൂർ നേരം അലഞ്ഞു തിരിഞ്ഞ് പല റോഡിൽ കൂടെ സഞ്ചരിച്ചു. എത്തേണ്ടടുത്ത് എത്തിയില്ല. തേംസ് നദി തീരത്ത് എത്തിയില്ല. വണ്ടിക്കാരൻ പറഞ്ഞു, എനിക്ക് വഴി തെറ്റിപ്പോയി, എനിക്ക് പിടികിട്ടുന്നില്ല, ഞാൻ എവിടെയാണെന്ന് അറിയാൻ പാടില്ല, എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, എന്നെ ഇറക്കി വിട്ടേരെ. ഇറക്കി വിട്ടു. ഇയാൾ ഈ മൂടൽമഞ്ഞിൽ തപ്പിത്തടഞ്ഞിങ്ങനെ നടക്കുക. വഴി അറിയാൻ പാടില്ല, ഇനി സ്ഥലം മനസ്സിലായില്ല. ഭയങ്കരമായ മൂടൽമഞ്ഞാണ്. മുന്നോട്ട് ഒരടി പോലും വെക്കാൻ വയ്യാത്തതുപോലെ മൂടൽമഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ്, കട്ടിപിടിച്ച മൂടൽമഞ്ഞ്. അപ്പോൾ ചെന്ന് എവിടെയോ ഒന്ന്
മുട്ടി തപ്പി നോക്കിയപ്പോൾ ഒരു കുതിരയുടെ പ്രതിമയാണ്. ഉടനെ ഓർമ്മ വന്നു, കുതിരയുടെ പ്രതിമ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ട് മുൻപിലുള്ള റോഡിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ മുമ്പിൽ തന്നെ എത്തിയത്. ഭാഗ്യം. വീട്ടിലേക്ക് ചെന്നു. വീട്ടിൽ ചെന്ന് കയറി മുറിയിൽ കയറിയിരുന്നു. അദ്ദേഹം അവിടെ കമിഴ്ന്നങ്ങോട്ട് മുട്ടുകുത്തി കരയാൻ തുടങ്ങി. യേശുവേ, ഞാൻ നിന്നെ വിട്ട് ഓടിപ്പോകാൻ തുടങ്ങിയപ്പോഴും നീ എന്നെ അവസാനം ഇങ്ങോട്ട് തന്നെ തിരിച്ചെത്തിച്ചല്ലോ. മരിക്കാനായിട്ട് പോയതാണ് എൻ്റെ കർത്താവേ. തേമസ് നദിയിൽ ഇന്ന് രാത്രി ആരും അറിയാതെ മുങ്ങിച്ചാകാൻ പോയതാണ്. ജീവിതം നൈരാശ്യം പൂണ്ട്, ജീവിതം ആത്മഹത്യ ചെയ്യാനായിട്ട്. എൻ്റെ ദൈവമേ, നീ എന്നെ അനുവദിച്ചില്ലല്ലോ. എന്തൊരു അത്ഭുതം ഇത്! ഇതല്ലേ വാസ്തവത്തിൽ ദൈവസ്നേഹം? ഇതല്ലേ ദൈവത്തിൻ്റെ കരുണ? മരിക്കാൻ എന്നെ അനുവദിച്ചില്ലല്ലോ. വീണ്ടും ഞാൻ തേംസ് നദി തീരത്തൂടെയൊക്കെ പോയി കാണും, പക്ഷേ അതിന് തിരിച്ചറിയാൻ വയ്യാതെ നാഥ, ഞാൻ ഒട്ടും അറിയാതെ തന്നെ നീ എന്നെ ഇവിടം വരെ തിരിച്ചെത്തിച്ചല്ലോ. എൻ്റെ കർത്താവ്, എനിക്കിത് മനസ്സിലാകുന്നില്ല. ആ ചെറുപ്പക്കാരൻ മുട്ടിന്മേൽ കടന്നുകൊണ്ട് ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. കരഞ്ഞ് അദ്ദേഹം എഴുതാൻ തുടങ്ങി ചില വരികൾ. ആദ്യം അത് പാടുകയാണ് ചെയ്തത്, പിന്നീട് എഴുതിയത് എന്താണെന്നറിയാമോ? എഴുതിയത് നിങ്ങൾ കേൾക്കണമോ? God moves in mysterious ways, His wonders to perform. ദൈവം തൻ്റെ അത്ഭുതങ്ങൾ നിവർത്തിക്കുന്നതിന് എത്രയോ അറിയപ്പെടാത്ത വഴികൾ, അഗോചരമായ വഴികൾ ദൈവം സ്വീകരിക്കുന്നു. ദൈവം തൻ്റെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന് God moves in mysterious ways. ദൈവം അഗോചരമായ വഴികളിലൂടെ പ്രവർത്തിക്കുന്നു. അത്ഭുതകരമായ, അഗോചരമായ, ആർക്കും അറിയാൻ പാടില്ലാത്ത വഴികളിൽ കൂടി ദൈവം പ്രവർത്തിക്കുന്നു. God moves in mysterious ways to His wonders to perform. He plants His footsteps in the sea and rides upon the storm. ദൈവം തൻ്റെ പാദങ്ങൾ സമുദ്രത്തിൻ്റെ മീതെ പാദങ്ങൾ വെച്ച് പോകുന്നതിന് അവിടുന്ന് തയ്യാറാകുന്നു. ആൻഡ് റൈഡ്സ് അപ്പോൺ ദ സ്റ്റോം. ദൈവം കൊടുങ്കാറ്റുകളുടെ മീതെ അവിടുന്ന് സവാരി ചെയ്യുന്നു. എഴുതിയ ആളാരാണെന്നറിയാമോ? നിങ്ങൾ അത്ഭുതപ്പെടും. ഇദ്ദേഹമാണ് സുപ്രസിദ്ധ ഗാനരചയിതാവായ വില്യം കൂപ്പർ. വില്യം കൂപ്പറുടെ പ്രസിദ്ധമായ ഗാനം അങ്ങനെയാണ് ഉണ്ടായത്. ദൈവജനമേ, നിരാശപ്പെട്ടിരിക്കുന്നവരാരെല്ലാം ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട്. ഭാരത്തോടിരിക്കുന്നവരാരെല്ലാം ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട്. മനസ്സൂഷ്ണിച്ചിരിക്കുന്നവരെല്ലാം കേൾക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ പല വേദനാ വിഷയങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുന്നവരാരെല്ലാം ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട്. ഞാൻ ജീവിക്കേണ്ട, മരിച്ചാൽ മതിയെന്ന് ഓർത്തവരില്ലേ? ആത്മഹത്യ ചെയ്യാൻ പരിശ്രമിച്ചവരില്ലേ? ആത്മഹത്യ ചെയ്യാൻ പല മാർഗങ്ങൾ തേടിയവരില്ലേ? ആത്മഹത്യാ പരിശ്രമങ്ങൾ എല്ലാം വ്യർത്ഥമായതിൽ അന്ന് മനം നൊന്തവരില്ലേ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇപ്പോൾ ഈ വാക്കുകളെ കേൾക്കാനിടയായത് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ കരുതുന്നത് കൊണ്ടാണ്. ദൈവം നിങ്ങളെ പേർ ചൊല്ലി വിളിക്കുകയാണ്. നിരാശപ്പെടേണ്ട. ദൈവം അഗോചരമായ വഴികളിലൂടെ അത്ഭുതം പ്രവർത്തിക്കാൻ പോവുകയാണ്. അറിയപ്പെടാത്ത വഴികളിൽ കൂടെ അതിശയം പ്രവർത്തിക്കാൻ പോവുകയാണ്. മനസ്സ് മടുത്ത് നിരാശ കൊണ്ട് സകലവും എനിക്ക് പ്രതികൂലമാണെന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നവരെ എല്ലാം അനുകൂലമായ വഴികളിലേക്ക് തിരിച്ചുവിട്ട് സമുദ്രത്തിലെ ഓളങ്ങളുടെ മീതെയും കൊടുങ്കാറ്റുകളുടെ ചുഴലിക്കാറ്റുകളുടെ മീതെയും നടകൊണ്ട് നിങ്ങളെ രക്ഷിക്കുവാൻ നിത്യനായ ദൈവം അത്ഭുതകരമായ വഴികൾ കൂടി നിങ്ങളുടെ അരികിലേക്ക് വരുന്നു. മൂടൽമഞ്ഞിൽ കൂടി ആയിരിക്കാം ദൈവം പക്ഷേ വരുന്നത്. സമുദ്രത്തിലെ തിരമാലകളുടെ മീതെ ആയിരിക്കാം ദൈവം വരുന്നത്. കൊടുങ്കാറ്റുകളുടെ മീതെ ആയിരിക്കാം ദൈവം നടകൊള്ളുന്നത്. ആർക്കറിയാം, ദൈവം പ്രവർത്തിക്കുന്നു. എൻ്റെ സ്നേഹിതരെ, നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ക്രിസ്തു ഉണ്ട്. നിങ്ങളെ ആളാം പ്രതി കരുതുന്ന ഒരു ക്രിസ്തു ഉണ്ട്. നിങ്ങളുടെ ഹൃദയനൊമ്പരങ്ങൾ അറിയുന്നൊരു ക്രിസ്തു ഉണ്ട്. നിങ്ങളുടെ വേദനകൾ കാണുന്നൊരു ക്രിസ്തു ഉണ്ട്. നിങ്ങളുടെ വേദനകൾ ഒപ്പിയെടുക്കുവാൻ അവൻ്റെ തൃക്കരം നിങ്ങളുടെ നേരെ നീട്ടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ക്രിസ്തു, സ്നേഹവാനായ ക്രിസ്തു ഇപ്പോൾ നിങ്ങളുടെ അരികത്തേക്ക് വരികയാണ്. മാനസാന്തരം എന്നും വിശ്വാസം എന്നും പറയുമ്പോൾ പലപ്പോഴും ദൈവമക്കൾ പോലും തെറ്റിദ്ധരിക്കാറുണ്ട്. ഓരോരുത്തർക്കും മാനസാന്തരത്തെക്കുറിച്ച് ഓരോ കാഴ്ചപ്പാടുകളാണ്. ഓരോരുത്തർക്കും വിശ്വാസത്തെക്കുറിച്ച് ഓരോ കാഴ്ചപ്പാടുകളാണ്. ഞാൻ ഈയിടെ വായിച്ചു മനോഹരമായൊരു ഭാവനയാണ്, നടന്നതല്ല, ഭാവനയാണ്. എന്താണ്? സൂര്യനും ചന്ദ്രനും തമ്മിൽ തർക്കമുണ്ടായി പോലും. സൂര്യഭഗവാനും ചന്ദ്രനും തമ്മിൽ ഒരു വാഗ്വാദം.
ഭയങ്കര വാദവാഗ്വാദങ്ങളാണ്, വലിയ തർക്ക വിതർക്കങ്ങളാണ്. രണ്ടുപേരും തർക്കിക്കുകയാണ്. സൂര്യൻ തർക്കിച്ചു പോലും. ഭാവനയാണ്, കാവ്യാത്മക ശൈലിയിലുള്ള ഭാവന. സൂര്യൻ പറഞ്ഞു, ഈ ഭൂമിയിലുള്ള മരത്തിൻ്റെ കൊമ്പുകളിലുള്ള ഇലകളെല്ലാം ഈ സകല ഇലകളും പച്ച നിറമാണ്. ചന്ദ്രൻ പറഞ്ഞു, ഞാൻ സമ്മതിക്കില്ല, ഈ ഇലകളൊന്നും പച്ച നിറമൊന്നുമല്ല, എനിക്കറിയാൻ പാടില്ലേ, ഞാൻ കാണുന്നതല്ലേ. നിങ്ങൾ കാര്യം സൂര്യനായിരിക്കും, പക്ഷേ അതൊന്നും ഞാൻ സമ്മതിച്ചു തരില്ല, ഞാൻ കാണുന്നതല്ലേ. നല്ല വെള്ളി നിറമാണ്, നല്ല വെള്ള നിറം, വെള്ളി നിറം, വെള്ളിയുടെ നിറമാണ്. സൂര്യൻ പറഞ്ഞു, തന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല, എനിക്കറിയാൻ പാടില്ലേ പച്ച നിറമാണെന്ന്. തർക്കം മുന്നോട്ട് പോയപ്പോൾ സൂര്യൻ പറഞ്ഞു, ഈ ഭൂമിയിൽ മനുഷ്യരെല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുക, അവരെല്ലാം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, ചലിച്ചുകൊണ്ടിരിക്കുക, സകലരും ചലിച്ചുകൊണ്ടിരിക്കുക. ചന്ദ്രൻ പറഞ്ഞു, ഇതും തെറ്റാ, എനിക്കറിയാൻ പാടില്ലേ, എല്ലാവരും കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക, എല്ലാവരും ഉറങ്ങുക, എല്ലാ മനുഷ്യരും ഉറങ്ങുക, ഞാൻ കാണാറുള്ളതല്ലേ. സൂര്യൻ പറഞ്ഞു, ആട്ടെ, നീ കണ്ടിട്ടുണ്ടോ ഈ ഭൂമിയിൽ എന്തൊരു ബഹളമാണ്, എന്തൊരു ഒച്ചപ്പാടാണ്, എന്തൊരു ശബ്ദകോലാഹലമാണ്. അതും നോണ, കാര്യം സൂര്യനായിരിക്കും, പക്ഷേ കാര്യവരും ഇല്ല, പറഞ്ഞ് തെറ്റാ. അവിടെ ബഹളമൊന്നുമില്ല, എല്ലാവരും നിശബ്ദമാണ്, ഒരൊച്ചയനക്കം ഇല്ല, നിശബ്ദമാണ്. തർക്കം ചൂട് പിടിച്ചു, നല്ല തർക്കമാണ്. അപ്പോൾ ഈ ബഹളം കേട്ടുകൊണ്ട് ഓടി വന്നു ഒരാൾ. ആര്? കാറ്റ്, വായു ഭഗവാൻ. കാറ്റ് വന്നു, എന്നാ ഇവിടെ വലിയ ബഹളം, എന്തായി തർക്കം, കുറേ നേരമായല്ലോ തുടങ്ങിയിട്ട്. സൂര്യൻ പറഞ്ഞു, ദേണ്ടേ, ഇവൻ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവണില്ല. ഭൂമിയിലെ ഇലകൾക്ക് പച്ചനിറമല്ലേ, ഭൂമിയിലെപ്പോഴും ശബ്ദ കോലാഹലമല്ലേ, ഭൂമിയിലെപ്പോഴും മനുഷ്യർ ചലിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ചന്ദ്രൻ പറഞ്ഞു, അല്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഭൂമിയിലെ ഇലകൾക്കെല്ലാം വെള്ളി നിറമാണ്, മനുഷ്യർ ഉറങ്ങുകയാണ്, ഒരു ശബ്ദവുമില്ല. ഉടനെ വായു പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ശരിയാ, രണ്ടുപേരും പറഞ്ഞത് ശരിയാ. സൂര്യൻ പറഞ്ഞത് ശരിയാണ്, പക്ഷേ സൂര്യൻ ഒരു ഭാഗമേ കണ്ടുള്ളൂ. ചന്ദ്രൻ പറഞ്ഞത് ശരിയാണ്, ചന്ദ്രൻ വേറൊരു ഭാഗമേ കണ്ടുള്ളൂ. എന്നാൽ ഞാൻ രാവും പകലും സഞ്ചരിക്കുന്ന ആളല്ലേ, ഞാൻ രണ്ടും കണ്ടിട്ടുണ്ട്. രാത്രി മനുഷ്യർ ഉറങ്ങുകയാണ്, ചന്ദ്രൻ പറഞ്ഞത് ശരിയാണ്. രാത്രി മനുഷ്യർ ചലിക്കുന്നില്ല, എല്ലാം നിശ്ചലമാണ്. രാത്രി ആരവാരമില്ല. രാത്രി ചന്ദ്രൻ്റെ ആ വെള്ളി വെളിച്ചം തട്ടി ഇലകളെല്ലാം വെള്ളി നിറമാകുകയാണ്. സൂര്യൻ പറഞ്ഞത് ശരിയാണ്, പകല് മറിച്ചാണ്, പച്ചയാണ്, ഇല പച്ചയാണ് പകല്. മനുഷ്യർ ചലിച്ചുകൊണ്ടിരിക്കുന്നു, തന്നെയല്ല വലിയ ഒച്ചപ്പാടും കോലാഹലമുണ്ട്, ശബ്ദമുണ്ട്. സൂര്യൻ പറഞ്ഞത് ശരിയാണ്, പക്ഷേ അതിലുമുണ്ട്. രാത്രി ചന്ദ്രൻ പറഞ്ഞതിൽ, ഈ ചന്ദ്രൻ പ്രകാശിക്കുന്ന രാത്രിയാണെങ്കിലും നല്ല കരിങ്കാറ് മഴക്കാറ് ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ടെങ്കിൽ ഇലകൾ അന്ന് വെള്ളിയുമല്ല പച്ചയുമല്ല, കറുത്ത ഇലകളാണ്. ആകാശത്ത് മേഘങ്ങളിങ്ങനെ കരിനിഴൽ വീശി വ്യാപിച്ച് നിൽപ്പുണ്ടെങ്കിൽ അപ്പോൾ ഈ ഭൂമിയിലെ ഇലകൾക്ക് കറുത്ത നിറമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത്, രണ്ടുപേരും പറഞ്ഞത് ഭാഗികമായി ശരിയാണ്, മുഴുവൻ ശരിയല്ല. എല്ലാം ഞാൻ കാണുന്നു. കാറ്റ് പറഞ്ഞു, ഞാൻ എപ്പോഴും കാണുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കാറ്റ് പരിശുദ്ധ റൂഹായുടെ പ്രതീകമാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. മനുഷ്യർ ഓരോ തരത്തിൽ ചിന്തിക്കുന്നു, മനുഷ്യർ ഓരോ വിധത്തിൽ ചിന്തിക്കുന്നു. മനുഷ്യർ അവരവർക്ക് ഇഷ്ടപ്പെട്ടതും അവരവരുടെ അഭിപ്രായത്തോട് യോജിക്കുന്നതുമായ ചില സമ്പ്രദായങ്ങളിലേക്ക് ഇതിനെ ബന്ധിപ്പിച്ച് നിർത്താൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് വിശ്വാസങ്ങൾ ഉളവായത്, ഡോക്ട്രിനൽ ഫിലോസഫീസൊക്കെ ഉണ്ടായത്, ഓരോ സഭകളുണ്ടായത്, സമുദായങ്ങളുണ്ടായത്, ഓരോ മതങ്ങളുണ്ടായത്. സച്ചിദാനന്ദ സ്വരൂപനായ സർവ്വജഗന്നിയന്താവിന് അവിടത്തേക്കെല്ലാം കാണാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അരൂപി എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു, എല്ലായിടത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യരുടെ ഭാഗികമായ യാഥാർത്ഥ്യങ്ങൾ, അർദ്ധസത്യങ്ങൾ, അതിൻ്റെ യഥാർത്ഥമായ അവസ്ഥ മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കുവാൻ പരിശുദ്ധാത്മാവ് ഉദ്യമിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ തിരുവചനം, പരിശുദ്ധാത്മാവിൻ്റെ വചനം, ദ ഡിവൈൻ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ആത്മശക്തിയുറ്റ വചനങ്ങൾ, ഡിവൈൻ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനങ്ങൾ, ദൈവത്തിൻ്റെ അനുഗ്രഹീത വചനങ്ങൾ. ഈ വചനത്തിലേക്ക് നാം നോക്കുമ്പോഴാണ് സത്യമായ മാനസാന്തരം എന്നറിയുന്നത്. ചിലർ പറയും, ആത്മീയമായ ജീവിതത്തിൽ അന്യഭാഷയില്ലെങ്കിൽ ആത്മീയ ജീവിതം പൂർണ്ണമല്ല എന്ന്. ചിലർ പറയും,
ദർശനങ്ങൾ കണ്ടില്ലെങ്കിൽ ആത്മീയ ജീവിതം പൂർണ്ണമായില്ല, ആത്മനിറവില്ല. ആത്മാവിൻ്റെ അഭിഷേകം എന്ന് പറഞ്ഞാൽ കൃപാവരങ്ങൾ വേണം, വിവേചനവരം വേണം, രോഗശാന്തിവരം വേണം, അന്യഭാഷാവരം വേണം, വ്യാഖ്യാനവരം വേണം, ദർശനവരം വേണം, വെളിപ്പാടുകളുടെ വരം വേണം, പ്രവചനവരം വേണം. ഈ വരങ്ങളില്ലെങ്കിൽ, ഇതൊന്നും പ്രകടമായിട്ട് കാണുന്നില്ലെങ്കിൽ ആത്മനിറവില്ല എന്ന് ചിലർ പറയും. എന്നാൽ വേറെ ചിലർ പറയും ഈ വരങ്ങളൊക്കെ തെറ്റാണ്, ഒന്നുമില്ല, അതെല്ലാം നിന്നുപോയി എന്ന് പറയും. സ്നേഹിതരെ, അങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ, പലതരത്തിലുള്ള ചിന്താഗതികൾ, ഓരോ തരത്തിലുള്ളതായ അഭിപ്രായഗതികൾ അവരവരുടെ ചില ശരികളിൽ മുറുകെ പിടിച്ചുകൊണ്ട് മറ്റ് ശരികളെ അംഗീകരിക്കാൻ തയ്യാറാകാതെ, ഭാഗികമായ അനുഭവ സമ്പത്തും ഉണ്ട് എന്ന് കാണാൻ കണ്ണില്ലാതെ, സാക്ഷാത്തായ ക്രിസ്തു, ജീവനുള്ള ക്രിസ്തു നടുനായകമണിയായി പരിലസിക്കുന്നു എന്നുള്ളതായ കാഴ്ചപ്പാടില്ലാതെ, ക്രിസ്തു കേന്ദ്രീകൃതമാകാതെ ചില തത്വങ്ങളിലേക്കും ആശയങ്ങളിലേക്കും ഉപദേശങ്ങളിലേക്കും എല്ലാം വഴുതിപ്പോകുന്നതായ മനോഭാവങ്ങൾ പുലർത്തുന്ന ബഹുതരങ്ങൾ ആത്മീയ രംഗത്ത് പോലും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാം വിസ്മരിച്ച് കളയരുത്. സഹോദരങ്ങളെ, മാനസാന്തരം എന്ന് പറയുന്നത് പോരാ, ആത്മനിറവ് എന്ന് പറയുന്നത് ഇതെല്ലാം എന്താണെന്ന് വ്യാഖ്യാനിച്ച് തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഞാൻ കാണുന്നതേ ശരിയുള്ളൂ, മറ്റാര് പറയുന്നത് ശരിയല്ല എന്നുള്ള ചിന്താഗതിയെല്ലാം അപകടമാണ്. കർത്താവേ, എല്ലാവരും എൻ്റെ യേശുവിനെ ഒന്ന് കാണണമേ, യേശുവിനെ കാണണമേ. യേശു എങ്ങനെയെന്ന് കാണാൻ, യേശുക്രിസ്തുവിൻ്റെ മനസ്സെങ്ങനെയെന്ന് കാണാൻ, യേശുക്രിസ്തുവിൻ്റെ ഹൃദയം എങ്ങനെയെന്ന് കാണാൻ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ അർത്ഥം എന്താണെന്ന് കാണാൻ, യേശുക്രിസ്തു തിരക്തം ചിന്തി എന്ന് പറയുന്നതിൻ്റെ വില എന്തെന്ന് കാണാൻ, അതിനുള്ള കണ്ണുകാഴ്ച എല്ലാവർക്കും നൽകണമേ. ഇതേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റൂ. പ്രിയപ്പെട്ടവരെ, നാമും ആരും ഒന്നും ശരിയായിട്ടില്ല. ഞാൻ വിനയപൂർവ്വം നിങ്ങളോട് പറയട്ടെ, നാമും ഒന്നും പൂർണ്ണരായിട്ടില്ല. നാം വചനം കേൾക്കുന്നുണ്ട്, ആരും തികഞ്ഞൊന്നും തോന്നരുത്. ഞാൻ ഏതാണ്ടെല്ലാം ശരിയായി എന്ന് വിചാരിക്കരുത്. കർത്താവേ, എനിക്ക് അജ്ഞാതമായ എത്രയോ കാര്യങ്ങൾ ഇനിയും ഉണ്ട്, എനിക്ക് പിടികിട്ടാത്ത എന്തെല്ലാം കാര്യങ്ങൾ ഇനിയുമുണ്ട്, എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത എന്തെല്ലാം കാര്യങ്ങൾ ഇനിയുമുണ്ട്. ആത്മമണ്ഡലത്തിൻ്റെ മഹാരഹസ്യങ്ങൾ ഈ നിസ്സാര മനുഷ്യൻ്റെ കൊച്ചുബുദ്ധിയിൽ ഒതുങ്ങുമോ കർത്താവേ? നിങ്ങൾക്ക് ഒരു എളിമ വരട്ടെ, നിങ്ങൾക്കൊരു താഴ്മ വരട്ടെ. നിങ്ങൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ കാറ്റിൻ്റെ വീശലിനൊത്ത് നിങ്ങൾ നീങ്ങുവാൻ തുടങ്ങൂ. കാറ്റ് ഇഷ്ടമുള്ള എടുത്ത് പോകുന്നു, അതിന് ശബ്ദം നീ കേൾക്കുന്നു, അതെവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നു അറിയുന്നില്ല. എങ്ങനെയാണ് വിശ്വസിക്കാൻ സാധിക്കുക? എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? വിശ്വാസമുണ്ടെങ്കിൽ മാനസാന്തരമായി എന്ന് പറഞ്ഞു. എങ്ങനെയാണ് വിശ്വാസം വരിക? എനിക്ക് വിശ്വാസം വരുന്നില്ല, ഞാൻ എന്തു ചെയ്യും? പ്രിയപ്പെട്ടവരെ, ഒരാൾ പറയുകയാണ് എനിക്ക് വിശ്വാസം വരുന്നില്ല, ഞാൻ എന്തു ചെയ്യും? അനേകരങ്ങനെയുള്ളവരുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞാൽ വിശ്വാസം വരുന്നില്ലല്ലോ, ഞാൻ എന്തു ചെയ്യും? ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയും, പ്രിയപ്പെട്ടവരെ, നിങ്ങളതും നിങ്ങൾ രഹസ്യമായി വേറെ ആരും കാണാതെ, വേറെ ആരും കേൾക്കാതെ ക്രിസ്തുവിൻ്റെ പാദത്തിൽ മുട്ടുമടക്കിയിട്ട് തനിയെ ഏകാന്തമായിരുന്നു കൊണ്ട് ക്രിസ്തുവിനോട് പറയണം, കർത്താവേ, എനിക്ക് എൻ്റെ ബുദ്ധി ഒന്ന് തെളിച്ചു തരണം. എൻ്റെ ബുദ്ധിയിൽ എന്തെല്ലാമോ ചില മാറാലക്കെട്ടുകൾ പടർന്നു കയറിയിരിക്കുകയാണ്, ചില കരിനിഴലുകൾ വീശിയിരിക്കുകയാണ്. എൻ്റെ ബുദ്ധിയിൽ ചില അന്ധകാരത്തിൻ്റെ ഭീകരമായ താമിശ്രബാധ എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ബുദ്ധിയിൽ കലർന്നിരിക്കുകയാണ്. കർത്താവേ, എൻ്റെ ബുദ്ധി നീ ഒന്ന് തെളിച്ചു തരണം. ഞാനൊരു അല്പപ്രാണിയാണ്, ഞാൻ ബുദ്ധിയില്ലാത്തൊരു മനുഷ്യനാണ്. കർത്താവേ, എൻ്റെ ഈ മനോമണ്ഡലത്തിൽ ഇതൊന്നും കടക്കാനുള്ള കഴിവ് എനിക്കില്ല. എൻ്റെ കർത്താവേ, എനിക്ക് നീ ഒരു വെളിവ് തന്നാലേ പറ്റൂ. നിങ്ങൾ എളിമയോടെ ദൈവസന്നിധിയിലേക്ക് ഇരിക്കൂ. എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് നിങ്ങളുടെ ബുദ്ധി തെളിച്ചു തരും, കണ്ണുകാഴ്ച തരും, ആത്മാവിൻ്റെ കണ്ണുകാഴ്ച തരും, ആത്മലോകം നിങ്ങൾക്ക് തോന്നുന്നു തരും. നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല, സാരമില്ല. ഈ പറയുന്നത് പോലെ നിങ്ങളുടെ ഉള്ളത്തിൽ കടക്കുന്നില്ല, സാരമില്ല. നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളൊന്നു മാത്രം ഓർക്കൂ, ഒരു സനാതന സത്യമുണ്ട്. അത് എക്കാലത്തെയും സത്യമാണ്. അത് നിത്യനൂതന സത്യമാണ്. അത് എക്കാലത്തെയും പുതിയ പുതിയ സത്യമാണ്. അതെന്താണ്? സ്നേഹമായ ക്രിസ്തു. അതാണ് സത്യം. പ്രിയപ്പെട്ടവരെ, സ്നേഹമായ ക്രിസ്തു, ആ സ്നേഹം വെളിപ്പെടുത്തിയ ഒരു സ്ഥലമുണ്ട്. അതാണ് ഗോകുൽത്തായിലെ കുരിശ്. ആ സ്നേഹത്തിൻ്റെ നിദർശനമായി ക്രൂസിൽ മരിച്ച ക്രിസ്തു ഉണ്ട്. അതാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം. വേറൊരിടത്തേക്ക് നോക്കണ്ട, ഒരു കൂട്ടായ്മയിലേക്ക് നിങ്ങൾ നോക്കണ്ട, ഒരു സഭയിലേക്ക് നിങ്ങൾ നോക്കണ്ട, ഒരു വ്യക്തിയിലേക്ക് നിങ്ങൾ നോക്കണ്ട. പ്രിയപ്പെട്ടവരെ, ഞാൻ വിനയപൂർവ്വം അറിയിക്കട്ടെ, നോക്കാൻ ഒരു ലക്ഷ്യസ്ഥാനം നമുക്കുണ്ട്. ഒരിടത്തേക്ക് മാത്രം നിങ്ങൾ നോക്കൂ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനായി യേശുവിനെ നോക്കൂ.
ദൈവത്തിന് സ്തോത്രം. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം അവൻ ഓർത്തു. അപമാനം അലക്ഷ്യമാക്കി ക്രൂസിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീൻ. മടുപ്പുണ്ടാവുകയില്ല, നിരാശ വരികയില്ല, ആകുലം വരികയില്ല. വരുന്ന ആകുലങ്ങളെല്ലാം നിങ്ങൾക്ക് നേരിട്ടുകൊണ്ട് സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും. യേശു നിങ്ങളെ നയിക്കും. എൻ്റെ സ്നേഹിതരെ, നിങ്ങളുടെ കരത്തിൽ യേശു കയറി പിടിക്കും. യേശുവിൻ്റെ വലം കര നിങ്ങളെ പിടിക്കും. യേശു നിങ്ങളെ നയിക്കും. നിങ്ങളുടെ കണ്ണുനീര് യേശു തുടച്ചു തരും. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ യേശു മാറ്റിത്തരും. നിങ്ങൾക്ക് അവൻ ശാന്തി തരും. നിങ്ങളുടെ പാപാവസ്ഥ കർത്താവ് മാറ്റിത്തരും. നിങ്ങൾക്ക് മാനസാന്തരം തരും. നിങ്ങൾക്ക് വിശ്വാസം തരും. നിങ്ങൾക്ക് പുതിയ അനുഭവങ്ങൾ നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് ബോധ്യമാകും, ഉണ്ട്, ക്രിസ്തു എന്നിൽ പ്രവർത്തിച്ചു, യേശു ക്രിസ്തു എന്നിൽ പ്രവർത്തിക്കുന്നു, യേശു ക്രിസ്തു എന്നിൽ വാഴുന്നു, ഈ ചങ്കിനുള്ളിൽ യേശു വസിക്കുന്നു. നിങ്ങൾക്ക് ബോധ്യമാകും. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ആരാധന മുഴങ്ങുന്നത്. അപ്പോഴാണ് ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നെന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമാകുന്നത്. അപ്പോഴാണ് സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ നേരം ഇടപെടാതെ കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരാക്കണമേ എന്നുള്ള പ്രാർത്ഥനയുടെ അർത്ഥഗാംഭീര്യം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്. അപ്പോഴാണ് നിൻ സ്തുതിയും ഹാലേലുയായും കർത്താവെ ഞാൻ നിർത്തരുതേ എന്ന് പാടുന്ന പിതാക്കന്മാരുടെ പാരമ്പര്യത്തിലേക്ക് നിങ്ങൾക്ക് ഉയർന്നെത്താൻ ഒക്കുന്നത്. അപ്പോഴാണ് നിങ്ങൾ നാവെടുത്ത് കർത്താവിനെ സ്തുതിക്കുന്നത്. അപ്പോഴാണ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വർഗം ഇറങ്ങി വരുന്നത്. അപ്പോഴാണ് സ്വർഗത്തിന്റെ അധിപതി നിങ്ങളുടെ ജീവിതത്തിന് ചുക്കാൻ ഏറ്റെടുക്കുന്നത്. അപ്പോഴാണ് നിങ്ങളുടെ ജീവിതം ഭാസുരമാകുന്നത്, പ്രകാശമാനമാകുന്നത്, പ്രദ്യോതിക്കുന്നത്, നിങ്ങളുടെ ജീവിതം പരിലസിക്കുന്നത്, നിങ്ങളുടെ ജീവിതം അനേകർക്ക് പ്രയോജനപ്രദമായി തീരുന്നത്. അങ്ങനെ നിങ്ങൾ ആത്മാവിന്റെ ഫലം കായ്ക്കുന്നതാകുവീൻ. നമുക്ക് സമർപ്പിക്കാം. ക്രിസ്തുവിന്റെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങാം. ഈ തീരുമാനം എടുക്കുന്നവരുടെ കരങ്ങളെ ഇപ്പോൾ ഉയർത്തൂ. നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് യേശുവിനെ നിങ്ങൾ എതിരേൽക്കൂ. യേശുവിനോട് വാക്ക് പറയൂ. യേശുവിന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിനോട് വാക്ക് പറഞ്ഞ് സമർപ്പിക്കൂ. നിങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുക്കൂ. യേശുവിനോട് വാക്ക് പറയൂ. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. കരങ്ങളെ താഴ്ത്തിയിടുവീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ജീവനുള്ള ദൈവമേ, ഞങ്ങൾക്ക് സത്യമാനസാന്തരം തരുവാൻ, അവിശ്വാസികളായ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വിശ്വാസം പകരാൻ പുണ്യനാഥൻ എഴുന്നള്ളി വന്നതിനായി നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ ആർദ്രകരണ ഞങ്ങളിപ്പോൾ സന്ധിച്ചതിനായി സ്തോത്രം. അവിടുത്തെ വാത്സല്യമാർന്ന കരം ഞങ്ങളുടെ ശിരസിൽ വെച്ചതിനായി സ്തോത്രം. ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. പൈശാചിക ബാധകൾ മാറ്റണമേ. രോഗബന്ധനങ്ങൾ അഴിക്കണമേ. സാക്ഷാൽ വിടുതൽ നൽകണമേ. സാത്താൻ്റെ ബന്ധനങ്ങൾ തകർക്കണമേ. കുടുംബങ്ങളിലേക്ക് സമാധാനവും ശാന്തിയും അയക്കണമേ. ഹൃദയങ്ങളിൽ ശാന്തി പകരണമേ. ദൈവമേ, വീർപ്പൂട്ടിയിരിക്കുന്നവർക്ക് സമാധാനം കൊടുക്കണമേ. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പിതാവേ, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ.